ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണമെല്ലാരും സ്വകർമ്മവശാഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുനാ വേർപെടും നേരവും ദുഃഖമില്ലേതുമേ. സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ഡ കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചു മായാ ഗുണവൈഭവങ്ങളും കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിത പത്രാലഗ്നാംബു ആ പെട്ടി സാധനങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ എടുത്തോളാം. അമ്മ ഇവിടെ ഞാൻ എടുക്കാം കേട്ടാ. ഞാൻ എടുത്തോളാം. എന്താണ് എടാ ഇതൊക്കെയാ ജീവിതം. ജനനവും മരണവും എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുമ്പോഴല്ല, അതൊക്കെ മുകളിലിരുന്ന ഒരാൾ തീരുമാനിക്കും. സന്തോഷായി. ഇപ്പൊ എല്ലാവർക്കും സന്തോഷായി അല്ലടാ? ആ കുട്ടിയുടെ ജീവിതം നിങ്ങള് നശിപ്പിച്ചില്ലടാ. പറഞ്ഞിട്ട് കാര്യമില്ലടാ. വിഷമോ എനിക്ക് വിഷമണ്ടാ. ഈ ദൈവങ്ങൾക്ക് കണ്ണീരറിയില്ല, കണ്ണുമില്ല. എങ്ങനെ ഉണ്ടാവാല്ല? കല്ലും മണ്ണും കടലാത്തൊക്കെ അല്ലേ? അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇവിടെ നീ വൃത്തിയുണ്ടാക്കരുത്. മിണ്ടില്ല ഓരട്ടാ. ജോസിന് മിണ്ടില്ല. കരച്ചിലും പിടിച്ചൊന്നും വേണ്ട, നീ പോ. എന്താ ചെയ്യാ? അവള് പാവം ഓരട്ടാ. ഞാനിന്ന് കുടിക്കും. ഇപ്പൊ കുടിച്ചിട്ടില്ല? എനിക്ക് കുടിച്ചു മതിയോ? കുടിച്ചു മതിയോ? ഞാനാ പറയുന്നത്, നീ എന്റെ വിഷമ. പോകാൻ. എന്റെ വിഷമെന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാത്ത? കൊല്ല്. അവള് പാവം ഓരട്ടാ. അവള് പാവം. അവള് പാവം. എന്താടാ അവന് തുടങ്ങി? പ്രായണ്ടായിട്ട് കാര്യമില്ല, ഇത്തിരി ഭാഗത്തിരി വേണം. ഒരു മരണം കഴിഞ്ഞല്ലേ? അതിനിപ്പോ എന്താ? അതിനിപ്പോ എന്താ നവപടം കൂട്ടാൻ നടിച്ചടാ. വിശന്നിട്ട് വയ്യ. 2 ദിവസമായിട്ട് ഭക്ഷണം ഒന്നും ശരിയല്ല. ഓ, സദ്യ ഉണ്ണാൻ കല്യാണത്തിന് പോയിരിക്കായിരുന്നല്ലോ. ചില നേരത്തെ അമ്മയുടെ വർത്തനം കിട്ടാൻ കലി വരും. സുമന്തി. ഓ, അമ്മയ്ക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? കഷ്ടണ്ട്. മോളോ
അവന്റെ പൂക്കളൊക്കെ പറിച്ചു കളയണോ നീ? സുമേ, മോള് പുറത്തൊക്കെ ഇറങ്ങുമ്പോ സൂക്ഷിക്കണേ. ഇവിടെ ഒരു പാമ്പുണ്ട്, നല്ല അസലൊരു മൂർഖൻ. അത് കടിക്കില്ല, സർപ്പാ. ഏയ് കടിക്കില്ല, നക്കും. എടാ, ക്ഷണിക്കേണ്ടവരെയൊക്കെ നേരത്തെ ക്ഷണിച്ചില്ലെങ്കിൽ പരാതി ആവൂട്ടോ. ആ വരട്ടെ. ചിലപ്പോ ഇത്ര നീട്ടേണ്ടി വരുമെന്ന് ഗോപാലേട്ടൻ പറഞ്ഞു. അവർക്കെന്തോ വിചാരിച്ച പോലെ കാശൊന്നും വന്നില്ല അത്രേ. അതിന്റെ പേരിൽ നമ്മൾ നീട്ടണോ? നമുക്ക് എന്തിനാ പൊന്നും പണമൊക്കെ? അത് മനസ്സിൽ വെച്ചാ മതി. പറഞ്ഞ വാക്ക് വിട്ടൊരു കളിക്ക് ഞാനില്ല. ഒരു നയാ പൈസ കുറഞ്ഞാ എന്നാ കിട്ടില്ല. അയ്യേ, ഇവൻ ഇന്നു മുതൽക്കാ കാശും പണത്തിനൊക്കെ എത്ര ആർത്തി തുടങ്ങിയത് കേട്ടൂടി? ഗോപാലേട്ടാ, വിവരക്കേട് തന്നെയാ. നീ എന്താ ഈ പറയണേ? ഇതെന്താ കുട്ടികളിയാ? അവള് വിധവയായിട്ട് വീട്ടിലിരിക്കുമ്പോ ഞാൻ എങ്ങനെ ഒരു പെണ്ണും കുടുംബമായിട്ട് കഴിയുന്ന ഗോപാലേട്ടൻ പറയണേ? ഇതൊക്കെ ലോകത്ത് നടക്കണ കാര്യങ്ങളാടോ. ലോകത്ത് നടക്കണ്ടാവും, എനിക്ക് പറ്റണ്ടേ? അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന നോക്കിയാണോ ഞാൻ ജീവിച്ചത്? എന്നാ ഇപ്പോഴും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കണോ ഞാൻ? അപ്പൊ ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിയാനാ പ്ലാൻ? അതാ യോഗെങ്കിൽ അങ്ങനെ. ഏതായാലും ഇപ്പോ ഗോപാലേട്ടൻ പോയി അവരോടൊന്ന് സംസാരിക്കണം. എന്ത് കാരണം പറയൂടാ? ഇങ്ങനൊരു മരണം ഉണ്ടായി, കുറച്ച് നീട്ടി വെക്കണമെന്ന് പറയാം, അത് ന്യായമുണ്ട്. എത്ര കാലം വെറുതെ എന്തിനാ ഗോപാലേട്ട ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കണേ? അവർ നേരത്തെ വേറെ എന്തെങ്കിലും നല്ല ബന്ധം കിട്ടിപ്പോട്ടെ. അല്ലാണ്ട് എന്നെ കാത്തിരുന്ന എന്താ ഒരു ഉറപ്പ്? ഇപ്പോഴാണെങ്കിൽ വിളി തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവരോട് ആദ്യം ഒഴിയാൻ പറയും. നമ്മൾ ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വെറുതെ ആ കുട്ടിക്കൊരു ദുഷ്പേരാവും. ഇവിടെ അമ്മയും സുമയും ആരും ഇത് അറിയാൻ വേണ്ട. അല്ല, അതല്ല, നമ്മൾ ക്ഷണിച്ചവരോട് എന്ത് പറയും? അതെന്തെങ്കിലും പറയാം. 10-12 എണ്ണല്ലേ കൊടുത്തിട്ടുള്ളൂ. ജവാൻ സുധാകരൻ നായരെ കല്യാണം ഒഴിഞ്ഞു പോയെന്ന് പറയണത് ഇവിടെ ഒരു വാർത്തയാണ്. എന്നാലും നിങ്ങൾ കളിച്ച് കൊലച്ചരിയാ. അവര് തല്ലാതെ വിട്ടത് നിങ്ങളെ ഭാഗ്യം. അവർക്ക് ദോഷമായിട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു പെൺകുട്ടിന്റെ കാര്യത്തിൽ കല്യാണം മുടങ്ങുന്ന നിസ്സാര കാര്യ. ഒരു ബ്രോക്കർ എന്ന നിൽക്കുള്ള ചീത്തപ്പേരോ. 4-5 കൊല്ലം നടന്ന് ചെരുപ്പ് തെഞ്ഞിണ്ടായ കല്യാണ. കാശ് എത്ര എനിക്ക് നഷ്ടം എന്നറിയോ? താൻ നഷ്ടപ്പെടണ്ട. തന്റെ നഷ്ടം എത്രയാണെന്ന് വെച്ചാൽ പറയും, അത് ഞാൻ തന്നേക്കാം. അപ്പൊ അവിടെ തിരിക്കിട്ടാണ് മറ്റേ കമ്മീഷനോ? അതും തന്നേക്കാം. തന്റെ പ്രശ്നം തീർന്നല്ലോ. എന്റെ പ്രശ്നം തീർന്നു. ആ പെൺകുട്ടിയുടെ പ്രശ്നം അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേ? കോട്ടൊന്ന് പറഞ്ഞു. അല്ല, കുഞ്ഞിരാമൻ പറയണ എന്താ വെച്ചാ, സുമയ്ക്ക് നമ്മൾ പിന്നീടൊരു ആലോചന ഉണ്ടാക്കിയാ പോരെന്നാ. അത് ഞാൻ ഏറ്റു. അതുണ്ടാവട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഏട്ടാ, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാ ഏട്ടന് ബുദ്ധിമുട്ടാവോ? നീ എന്താ അങ്ങനെ പറയണേ? എല്ലാ ബാധ്യത ഒഴിച്ചിട്ട് ഏട്ടൻ സ്വസ്ഥായതല്ലേ, വീണ്ടും ഞാൻ വന്നേക്കുമല്ലേ. നീ വേണ്ടാത്ത ഒന്നും ആലോചിക്കണ്ട. എന്താ വേണ്ട അത് പറ. ഞാൻ തയ്യൽ പഠിക്കട്ടെ. ഏട്ടന്റെ കടയുടെ ഉമ്മർത്തൊരു മെഷീനിട്ട് എനിക്കും ഇരിക്കാലോ. എന്താ നീ എനിക്കൊരു ഭാരായും തോന്നുന്നുണ്ടോ? അതല്ലേ ഏട്ടാ, വെറുതെ ഇരിക്കുമ്പോ ഒരു മടുപ്പ്. നേരം പോകാനാണെങ്കിൽ ആയിക്കോട്ടെ. അല്ലാതെ നീ ജോലി ചെയ്ത് കാശുണ്ടാക്കേണ്ട കാര്യമൊന്നും ഇപ്പൊ ഇല്ല. ഏട്ടൻ ഉള്ളിടത്തോളം കാലം. പിന്നെ ഒരു അപേക്ഷയും കൂടെ ഉണ്ട് എനിക്ക്. എന്നെ ഓർത്ത് ഏട്ടൻ ജീവിതം വേണ്ടെന്ന് വെക്കാൻ ആലോചനയെങ്കിൽ ഞാൻ നിൽക്കില്ല ഇവിടെ. നരകാണെങ്കിലും എന്റെ മോളുടെ അച്ഛന്റെ വീടുണ്ട് അവിടെ. നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? കല്യാണം ഒഴിഞ്ഞു പോയത് അവർക്ക് വേണ്ടെന്ന് വെച്ചിട്ടാ. അത് പോണെങ്കിൽ പോട്ടെ, ലോകത്ത് വേറെ ഇല്ലേ പെൺകുട്ടികള്? അടുത്ത ആഴ്ച. ഏട്ടാ വേണ്ട, ഈ ലോകത്ത് എന്നെ പോലെ ഏട്ടനെ മനസ്സിലാക്കിയ വേറെ ആരുമില്ല. അമ്മ എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാം, അതുപോലെയല്ല സുമ. സമാധാനായി. ഇപ്പൊ എല്ലാവർക്കും സമാധാനായി. പൊളിക്കും ഞാൻ, ചവിട്ടി ഞാൻ പൊളിക്കും.
എന്താണ് ഈ കുന്തം വിളിക്ക പോലെ നോക്കണേ? ജോസും മനുഷ്യനാടാ. ഇനി ജോസ് ഒരു മനുഷ്യനും വകവയ്ക്കില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തുടാ? എന്റെ മുറ്റത്ത് കയറരുത്, കിടക്കണ പുറത്ത്. നീ കിടക്കണ പുറത്ത് പേടിപ്പിക്ക ജോസിനെയാ. നല്ല കാര്യായി. പള്ളിയില് പറഞ്ഞാ മതി. എന്തേ കൊല്ലണോ കൊന്നോ തയ്യാറാ, റെഡി മണി. പക്ഷെ എന്റെ പെണ്ണിനെ എനിക്കൊന്ന് കാണണം. കടന്ന് പോടാ നായെ. നീ പോടാ പൂച്ച. എനിക്ക് കാണണം. അമ്മേ, എനിക്ക് എന്റെ പെണ്ണിനെ കാണണം. എനിക്ക് എന്റെ പെണ്ണിനൊന്ന് കാണണം. ഏട്ടാ അടിക്കുന്നേ പോയാ തല്ലിക്കോടാ. സഹിക്കാൻ പറഞ്ഞിട്ട് കുറെ ആയി. ഞാൻ സംസാരിക്കാം, ഏട്ടൻ പേടിക്കണ്ട. മനസ്സിലായോ സുമ? കരയണ്ട, ഇത് കള്ളിന്റെ കരച്ചിലാ. ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങളെ സ്നേഹിച്ചു, അതിന്റെ ശിക്ഷ 4-5 കൊല്ലം ഞാനും എന്റെ ഏട്ടനൊക്കെ അനുഭവിക്കാണ്. ഇന്ന് ഞാനൊരു വിധവയാണ്. കുറെ കൂടി പേടിക്കണം. ഇനി പഴയ പോലെ അനാവശ്യങ്ങൾ പറഞ്ഞു നടന്ന എന്റെ ശവം കൂടി നിങ്ങൾ കാണും. അതും കാണണോ? മേലെ ഗേറ്റിന് മുന്നിൽ വരരുത്. നിങ്ങളുടെ ശവം